നവവധു മരിക്കാനിടയായ സംഭവത്തിൽ 8 മാസത്തിനു ശേഷം ഭർത്താവിനെ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തു. വീരണക്കാവ് കല്ലാമം ഷിബിൻ ഭവനിൽ ഉണ്ണി എന്ന് വിളിക്കുന്ന 28 വയസ്സുള്ള വിപിൻ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 ജൂലൈ 2-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പന്നിയോട് തണ്ണിച്ചാൻകുഴി സ്വദേശി സോന ഭവനിൽ പ്രഭാകരൻ ശൈലജ ദമ്പതികളുടെ മകൾ 24 വയസ്സുള്ള സോനയാണ് വിവാഹം കഴിഞ്ഞ് 15-ാം ദിവസം ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. സോനയും വിപിനും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. കാട്ടാക്കടയിലെ ആധാരമെഴുത്ത് സ്ഥാപനത്തിൽ 1 വർഷത്തോളമായി ജീവനക്കാരിയായിരുന്നു സോന. സോനയും ഓട്ടോ ഡ്രൈവറായ വിപിനും തമ്മിലുള്ള വിവാഹം ആർഭാടമായാണ് നടന്നത്. വിവാഹശേഷം ഭർത്താവിനൊപ്പം സ്വന്തം വീട്ടിലെത്തിയ സോന സന്തോഷവതിയായിരുന്നു എന്നാണ് സോനയുടെ കുടുംബം പറഞ്ഞിരുന്നത്. എങ്കിലും ഇവർ തമ്മിൽ പ്രശ്നമുള്ളതായി ആരും മൊഴി നൽകിയിരുന്നില്ല. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരവെയാണ് ബുധനാഴ്ച വിപിനെ അറസ്റ്റ് ചെയ്തത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇത് 1/6/2023 വിവാഹം കഴിഞ്ഞതിന് ശേഷം 13 ദിവസത്തിനകം സോന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മരിച്ചതിൻ്റെ കേസാണിത്. തൂങ്ങി മരിച്ചതിൻ്റെ ആത്മഹത്യയാണ്. ആ കേസിൻ്റെ അന്വേഷണത്തിൽ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതിൽ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണയ്ക്കും അതുപോലെ തന്നെ സ്ത്രീധന പീഡനം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ അങ്ങനെ ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന പീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നവവധു ആണെങ്കിൽ അത് DYSP അന്വേഷിക്കണം. അങ്ങനെ അന്വേഷണത്തിന് എനിക്ക് അയച്ചു കിട്ടി. പ്രതി ഇവിടെ ഉള്ളതുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്തു. അതാണ് ഇന്ന് ചെയ്തത്. ഒന്ന്, വളരെ പ്രായം കുറഞ്ഞ വിവാഹത്തിന് ശേഷം വെറും 13 ദിവസത്തിനുള്ളിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. അപ്പോൾ അത് വേണ്ട കാരണങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കുട്ടി മരിച്ചതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണത്തെക്കുറിച്ച് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അന്ന് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് ഇത്തിരിയുടെ കൃത്യമായി നോക്കിയതിന് ശേഷം കൊടുക്കും.